ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കേരളത്തിലെ ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികളിലും 2025-26 അധ്യയന വർഷത്തേക്കുള്ള ഡിഗ്രി അതേപോലെ തന്നെ PG കോഴ്സിലോട്ടുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അപേക്ഷ ക്ഷണിക്കുകയും അതേപോലെ തന്നെ ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികളുടെയും ഓൺലൈൻ അപേക്ഷാ തീയതി അവസാനിക്കുവാൻ പോവുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ വിളിച്ചിട്ടുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി PG കോഴ്സുകൾ പൂർണ്ണമായിട്ടും വിദ്യാർത്ഥികൾക്ക് എൻട്രൻസ് പരീക്ഷയെ അടിസ്ഥാനമാക്കി ലഭിക്കുന്ന അഡ്മിഷനാണ്. അതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളും ഈ ഒരു വിവരം അറിയാത്തതിൻ്റെ പേരിൽ, കാരണം +2 കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ ഡിഗ്രി അഡ്മിഷൻ എടുക്കാൻ വേണ്ടി റിസൾട്ട് കാത്തിരിക്കുന്നവരുണ്ട്. ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾ റിസൾട്ട് കാത്തിരിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഫൈനൽ സെമസ്റ്റർ പരീക്ഷ എഴുതാൻ കാത്തിരിക്കുന്നവരുണ്ട്. അപ്പോൾ അത്തരത്തിലെ വിദ്യാർത്ഥികൾക്കൊക്കെ ഇപ്പോൾ തന്നെ യൂണിവേഴ്സിറ്റിയുടെ ഈ വിളിച്ചിട്ടുള്ള പരീക്ഷയ്ക്ക് അപേക്ഷ കൊടുക്കുവാനും അതേപോലെ പൂർണ്ണമായിട്ടും വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി ആണെങ്കിലും PG ആണെങ്കിലും എൻട്രൻസ് പരീക്ഷ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും അഡ്മിഷൻ ലഭിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം അറിയാത്തതിൻ്റെ പേരിൽ ഇനിയും വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യാൻ വെയിറ്റ് ചെയ്യരുത്. കേരളത്തിലെ ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികളിലും അപേക്ഷ തീയതി അവസാനിക്കുവാൻ പോവുകയാണ്. അപ്പോൾ ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റികളുടെ അപേക്ഷ തീയതി ലാസ്റ്റ് ഡേറ്റ് ഉൾപ്പെടെയുള്ള കാര്യം നമുക്ക് നോക്കാം. നേരത്തെ തന്നെ ഓരോ യൂണിവേഴ്സിറ്റിയുടെയും എല്ലാ അപ്ഡേറ്റ്സും വളരെ കൃത്യമായിട്ട് നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അപ്ഡേറ്റ്സുകൾ കൃത്യമായി ലഭിക്കാൻ വേണ്ടി ചാനൽ ഇതുവരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ വിദ്യാർത്ഥികൾ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തണം. ഇപ്പോൾ ഡിഗ്രി PG കോഴ്സിലോട്ട് യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ക്യാമ്പസ് ആയിട്ടുള്ള, അതായത് യൂണിവേഴ്സിറ്റിയുടെ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലോട്ടും അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി കീഴിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഫിലിയേറ്റഡ് കോളേജസിലുമാണ് യൂണിവേഴ്സിറ്റി എൻട്രൻസ് പരീക്ഷയെ അടിസ്ഥാനമാക്കിയിട്ട് അഡ്മിഷൻ നൽകുന്നത്. ഇനി കൂടാതെ വിദ്യാർത്ഥികളിൽ നോർമലായിട്ടുള്ള ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസ് കോളേജിലോട്ടുള്ള അഡ്മിഷൻ ഏകദേശം മെയ് മാസത്തോടുകൂടി വിദ്യാർത്ഥികൾക്ക് എല്ലാ യൂണിവേഴ്സിറ്റികളിലും അത് സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള അഡ്മിഷൻ അപേക്ഷ വിളിക്കുന്നതായിരിക്കും. എന്നാൽ ഇപ്പോൾ വിളിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക്, അതായത് ഡയറക്റ്റ് എൻട്രൻസ് പരീക്ഷ അടിസ്ഥാനമാക്കിയിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റിനേക്കാളും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കോളേജസാണ് യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളും അതേപോലെ തന്നെ പ്രധാനപ്പെട്ട അഫിലിയേറ്റഡ് കോളേജിലുമാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ എൻട്രൻസ് പരീക്ഷ അടിസ്ഥാനമാക്കിയിട്ടുള്ള യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ഡേറ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നേരത്തെ തന്നെ എൻട്രൻസ് പരീക്ഷ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഡിഗ്രി PG അഡ്മിഷൻ, അതായത് CU-CET 2025 പല വിദ്യാർത്ഥികൾക്കും ഇപ്പോഴും സംശയമാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കോമൺ എൻട്രൻസ് ടെസ്റ്റ് അടിസ്ഥാനത്തിൽ നൽകുന്ന അഡ്മിഷൻ വിളിക്കുന്ന പേരാണ് CU-CET 2025. അപ്പോൾ CU-CET 2025 നേരത്തെ തന്നെ അപേക്ഷ വിളിക്കുകയും അതുമായി ബന്ധപ്പെട്ട് വീണ്ടും ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക, 25/4/2025 വരെയാണ്. അപ്പോൾ ഇനിയും അപേക്ഷ കൊടുക്കാത്ത +2 കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് ഇൻ്റഗ്രേറ്റഡ് PG കോഴ്സുകളും അതേപോലെ ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് വിവിധ സബ്ജക്റ്റുകൾ, ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റുകളിലും PG കോഴ്സുകളും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് യൂണിവേഴ്സിറ്റിയുടെ പ്രധാനപ്പെട്ട ക്യാമ്പസുകളിലോട്ടും അതേപോലെ തന്നെ അഫിലിയേറ്റഡ് കോളേജസിലും എൻട്രൻസ് പരീക്ഷ അടിസ്ഥാനമാക്കി നടത്തുന്ന അഡ്മിഷനാണ് CU-CET 2025. +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും അതേപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും വിവിധ കോഴ്സുകൾ അപേക്ഷ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഒന്നുകൂടി ജസ്റ്റ് ഓർമ്മപ്പെടുത്തുന്നു, admission.uoc.ac.in എന്ന വെബ്സൈറ്റിൽ വന്ന് വിദ്യാർത്ഥികൾക്ക് CU-CET നിലവിൽ 25/4/2025 വരെ അപ്ലൈ ചെയ്യാം. പിന്നെ അതോടൊപ്പം തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിൽ MBA അഡ്മിഷനും അതുമായി ബന്ധപ്പെട്ടുള്ള ലാസ്റ്റ് ഡേറ്റും നേരത്തെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇനി ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾ ഓൾറെഡി CAMAT അല്ലെങ്കിൽ CMAT അല്ലെങ്കിൽ CAT ക്വാളിഫൈഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് MBA അഡ്മിഷൻ അവസാന ഡേറ്റ് മെയ് 5 വരെയാണ്. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇത്രയും അപ്ഡേറ്റ്സിലാണ് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ളത്. ഇനി മറ്റു പ്രധാനപ്പെട്ട അഡ്മിഷനായിട്ടുള്ള, അത് സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ മെയ് 1-2 വീക്കോടുകൂടെ എല്ലാ അപ്ഡേറ്റ്സ് വരും. ആ സമയത്ത് BEd ഉൾപ്പെടെ ഡിഗ്രി അതേപോലെ PG ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് യൂണിവേഴ്സിറ്റി നൽകുന്നതായിരിക്കും. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി നോക്കാം. അപ്പോൾ കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയിലുള്ള കേരള യൂണിവേഴ്സിറ്റിയുടെ 2025-26 അധ്യയന വർഷത്തേക്കുള്ള എൻട്രൻസ് പരീക്ഷ അടിസ്ഥാനമാക്കിയിട്ടുള്ള PG കോഴ്സിലോട്ടുള്ള അപേക്ഷയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ അപ്ഡേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ PG വിവിധ കോഴ്സുകൾ, ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റുകളിലും PG, അതായത് യൂണിവേഴ്സിറ്റിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ക്യാമ്പസുകളോട്ട് അഡ്മിഷൻ അപേക്ഷ എൻട്രൻസ് പരീക്ഷ അടിസ്ഥാനമാക്കിയിട്ട് വിളിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക, ഓൺലൈൻ ആപ്ലിക്കേഷൻ നൽകേണ്ട ലാസ്റ്റ് ഡേറ്റ് 30/4/2025 വരെയാണ് ടൈമുള്ളത്. എൻട്രൻസ് പരീക്ഷയുടെ ഡേറ്റ് 19/5/2025 മുതൽ 25/5/2025 വരെയാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് പരീക്ഷ നടക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള admission.keralauniversity.ac.in എന്ന വെബ്സൈറ്റ് വന്ന് വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഈ ഒരു പേജിൽ വന്ന് നിങ്ങൾക്ക് ന്യൂ രജിസ്ട്രേഷൻ വഴി നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ഇവിടെ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക, ഈ മാസം ലാസ്റ്റ് വരെയാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി നോക്കാം. അപ്പോൾ കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി. അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയും നേരത്തെ തന്നെ എൻട്രൻസ് പരീക്ഷ അടിസ്ഥാനമാക്കിയിട്ടുള്ള അഡ്മിഷന് വേണ്ടിയിട്ട്, അതായത് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്
കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളോട്ടുള്ള അപേക്ഷ നേരത്തെ തന്നെ അപേക്ഷ വിളിച്ചിരുന്നു. അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് നോട്ട് ചെയ്ത് വെക്കുക. admission.kannur.university.ac.in എന്നാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ്. അതുമായി ബന്ധപ്പെട്ട് അഡ്മിഷൻ, അതായത് ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റുകളും PG കോഴ്സുകളാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് കാര്യങ്ങളൊക്കെ, അതായത് ശ്രദ്ധിക്കുക, 15/5/2025 വരെ അപേക്ഷ ലാസ്റ്റ് ഡേറ്റ് ഉണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റുകളും കണ്ണൂർ യൂണിവേഴ്സിറ്റി അപേക്ഷ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ജസ്റ്റ് ജനറൽ വിഭാഗത്തിൽ ഫീസ് കാര്യങ്ങളൊക്കെ നോർമലി മറ്റു യൂണിവേഴ്സിറ്റി അപേക്ഷ വളരെ കുറവാണ്. 600 രൂപ, അല്ലെങ്കിൽ SC/ST വിഭാഗത്തിലാണ് 300 രൂപ. ഇത്തരത്തിൽ ചെറിയൊരു ഫീസ് മാത്രമാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ വരുന്നത്. അപ്പോൾ ഇതുവരെയും അപേക്ഷ കൊടുക്കാത്തുണ്ടെങ്കിൽ ഉടൻ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷ കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത യൂണിവേഴ്സിറ്റി ചെക്ക് ചെയ്യാം. ഇനി അവസാനമായിട്ട് ഈ അക്കാഡമിക് ഇയറിൽ എൻട്രൻസ് പരീക്ഷ അടിസ്ഥാനമാക്കി വിളിച്ച മറ്റൊരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഓഫ് സംസ്കൃതം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ നേരത്തെ തന്നെ ചെയ്തിരുന്നു. കാരണം പല വിദ്യാർത്ഥികളും ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഒരു സംസ്കൃത യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ സംസ്കൃത ഭാഷയിൽ മാത്രമുള്ള കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളൊരു ധാരണയുണ്ട്. എന്നാൽ വിവിധ ആർട്സ് വിഷയങ്ങളിൽ തന്നെ ഒരുപാട് സബ്ജക്റ്റുകളാണ് PG കോഴ്സുകൾ സംസ്കൃത യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള സെപ്പറേറ്റ് വീഡിയോ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഇനിയും അപേക്ഷ നൽകാത്തവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക, 27/4/2025 വരെയാണ്. ഇപ്പോൾ നിലവിൽ ഇനി 2-3 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഒഫീഷ്യൽ വെബ്സൈറ്റ് ssus.ac.in എന്നുള്ള വെബ്സൈറ്റാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ ജസ്റ്റ് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അത് കൃത്യമായി കണ്ടതിന് ശേഷം നിങ്ങൾ അപേക്ഷ കൊടുക്കാൻ വേണ്ടി ഉറപ്പെടുത്തുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട, അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, അതേപോലെ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി എന്നീ യൂണിവേഴ്സിറ്റികളാണ് ഇപ്പോൾ നിലവിൽ കേരളത്തിൽ പ്രധാനമായിട്ടും അപേക്ഷ വിളിച്ചിട്ടുള്ള, അതായത് എൻട്രൻസ് പരീക്ഷ അടിസ്ഥാനമാക്കിയിട്ട് അപേക്ഷ വിളിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ. പിന്നെ അതേപോലെ ഒരുപാട് വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന MG യൂണിവേഴ്സിറ്റിയുടെ കേറ്റ് എക്സാം 2025 ബന്ധപ്പെട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഉടൻ തന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിലവിൽ അപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് വന്നിട്ടില്ല, അത് വന്ന ഉടൻ തന്നെ വിദ്യാർത്ഥികളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഈ ഒരു യൂണിവേഴ്സിറ്റികൾ, അപ്പോൾ നിലവിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മാത്രമാണ് എൻട്രൻസ് പരീക്ഷ അടിസ്ഥാനമാക്കിയിട്ട് +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാൽ +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് എൻട്രൻസ് പരീക്ഷ അടിസ്ഥാനമാക്കിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റു യൂണിവേഴ്സിറ്റികളിലെ അപ്ഡേറ്റ്സുകൾ ഉടൻ തന്നെ വിദ്യാർത്ഥികൾക്ക് അപ്ഡേറ്റ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും ഇത്തരത്തിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥിയുടെ ഭാഗത്ത് കൃത്യമായിട്ടുള്ളൊരു ഫോളോ അപ്പ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണം. അതേപോലെ പരമാവധി എല്ലാ എൻട്രൻസ് പരീക്ഷകളും എഴുതുവാനും അതേപോലെ തന്നെ അപേക്ഷ കൊടുത്തിടുവാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ യൂണിവേഴ്സിറ്റികളെയും അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സുകൾക്ക് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും പരമാവധി നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിൽ വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഇവിടെ ഇറ്റ്സ് മീ സവാദ് അലിശ്ശേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.